നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് കുംഭഭരണി. ഇന്നത്തെ ദിവസം അതിവിശേഷപ്പെട്ട ഒരു ദിവസം കൂടിയാണല്ലോ. ദേവിക്ക് ഇഷ്ടപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. ചൊവ്വാഴ്ച ആയതിനാൽ അതിവിശേഷമായിട്ടുള്ളതാണ് ഇത്തവണത്തെ കുംഭഭരണി. ദേവി കടാക്ഷത്തിന് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. കുംഭമാസത്തിലെ ഭരണിനാൾ വളരെ അധികം ദേവീ പ്രാധാന്യമുള്ള ദിവസം കൂടിയാണ്. പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ആയതിനാൽ അതിവിശിഷ്ടമായിട്ടുള്ള ഒരു ദിനം കൂടിയാണ്. ദേവീ പൂജയ്ക്ക് ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. വൈകുന്നേരം ദേവീ ദർശനം നടത്തി പൂജ തൊഴൽ, സമൂഹ ആരാധന അല്ലെങ്കിൽ ദീപാരാധന എന്നിവ തൊഴുത് ദേവീ ദർശനം നടത്തൂ. നാമജപത്തോടുകൂടി സർവൈശ്വര്യപ്രദമായ ദിനമായിട്ട് ഇന്ന് മാറാനുള്ള എല്ലാ കടാക്ഷങ്ങളും ഭഗവതി നിങ്ങൾക്ക് തരുന്നതാണ്. തൻ്റെ ഭക്തരെ ഏത് പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റുന്ന ദേവിയുടെയുള്ള ആ തെളിഞ്ഞ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് ഭക്തിയോടുകൂടി ലളിത സഹസ്രനാമം ജപിക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെയും ആവാം. അതല്ലാത്തവർക്ക് അമ്മേ നാരായണ ഏത് സ്തോത്രമാണോ നിങ്ങൾക്ക് ഉരുവിടാൻ കഴിയുന്നത് അങ്ങനെ ചെയ്യുന്നത് വളരെ ഉത്തമമായിട്ടാണ്. ഭഗവതിക്ക് ഇഷ്ടമുള്ള ഒരു ദിവസം കൂടിയായതിനാൽ ഏതു പ്രതിസന്ധികളും നിങ്ങൾക്ക് തരണം ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. ഭഗവതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നായ പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി, ഗുരുതി പുഷ്പാഞ്ജലി, ചുവന്ന പട്ട് എന്നിവ സമർപ്പിക്കുന്നത് വളരെ ഫലപ്രദമായിട്ടാണ് കാണുന്നത്. ഒരു കാര്യം ഓർക്കുക, ഏത് വഴിപാടിനേക്കാളും പ്രാധാന്യം ദേവിയുടെ ഭക്തിയുടെ പ്രാർത്ഥനയിലാണ്. എത്രത്തോളം ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുന്നുവോ അത്ര കണ്ട് ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നതുമാണ്. എല്ലാ സങ്കടങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും കരകയറ്റുവാൻ മഹാദേവി നിങ്ങളുടെ അരികിൽ എപ്പോഴും നിങ്ങൾക്ക് തുണയായിട്ടുണ്ടാകുന്നതാണ്. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള മനോധൈര്യം നിങ്ങൾക്ക് ഭഗവതി നൽകുന്നതുമാണ്. ഇനിയുള്ള ഓരോ ദിനവും അതിവിശിഷ്ടമായിട്ടുള്ള ദിവസങ്ങളായിട്ടാണ് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുക. ഈ ദിവസം അത്ര അധികം പ്രാധാന്യമുള്ള ഒരു ദിവസമായതിനാൽ ദേവീ നാമം ഉരുവിട്ടു എല്ലാം ശുഭമായിട്ട് ഭവിക്കുന്നതാണ്. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ കഴിയുമെങ്കിൽ 108 തവണ ജപിക്കൂ. എല്ലാം ശുഭമായി വരുന്നതാണ്.